ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാകും. എങ്കിൽ ഇസ്ലാമിന് മുൻപ് സ്ത്രീകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അറേബ്യയിലായാലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലായാലും അക്കാലത്തൊരു പെണ്ണായി ജനിക്കുക എന്നത് അന്തസ്സോ സുരക്ഷയോ ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു. പെൺകുട്ടികൾ ഒരു ഭാരമാണെന്ന് കരുതി അവരെ ജീവനോടെ കുഴിച്ചുമൂടുന്ന ക്രൂരത പോലും അന്നുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശമില്ലായിരുന്നു. ഒരു പുരുഷനിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറപ്പെടുന്ന വെറും വസ്തുക്കളായിട്ടാണ് അവർ കാണപ്പെട്ടത്. വിവാഹത്തിൽ പോലും അവർക്ക് അഭിപ്രായമില്ലായിരുന്നു. വിവാഹമോചിതരായാൽ ഒന്നുമില്ലാതെ അവർ ഉപേക്ഷിക്കപ്പെട്ടു. ആ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: അവരിൽ ഒരാൾക്കൊരു പെൺകുഞ്ഞുണ്ടായ സന്തോഷവാർത്ത നൽകപ്പെട്ടാൽ കോപാകുലനായിട്ട് അവന്റെ മുഖം കറുത്തിരുണ്ടു പോകുന്നു. എന്നാൽ ഇസ്ലാം വന്നതോടെ എല്ലാം മാറി. സ്ത്രീകളെ നിശബ്ദരാക്കുകയല്ല, അവർക്ക് അർഹമായ ശബ്ദം നൽകുകയാണ് ഇസ്ലാം ചെയ്തത്. പെൺകുട്ടികളെ കുഴിച്ചുമൂടുന്ന ക്രൂരതയ്ക്ക് അന്ത്യം കുറിച്ചു. പിതാവിന്റെയും ഭർത്താവിന്റെയും മക്കളുടെയും സ്വത്തിൽ കൃത്യമായ വിഹിതം നൽകി. സ്വന്തമായി സമ്പാദിക്കാനും അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം നൽകി. വിവാഹത്തിൽ സ്ത്രീകളുടെ ഇഷ്ടം നിർബന്ധമാക്കി. അനീതി നേരിട്ടാൽ വിവാഹമോചനം തേടാനുള്ള അവകാശവും നൽകി. അറിവ് നേടുന്നത് ഒരു കടമയാണെന്ന് പഠിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞു, അറിവ് തേടുക എന്നത് ഓരോ മുസ്ലിം സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ്. മാതാവിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, സ്വർഗം നിങ്ങളുടെ മാതാവിന്റെ പാദത്തിനടിയിലാണ്. പെൺകുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ചത്, ആരാണോ പെൺമക്കളെ ക്ഷമയോടും കരുണയോടും കൂടി വളർത്തുന്നത് അവൾ ആ പിതാവിന് നരകത്തിൽ നിന്നുള്ള പരിചയായിരിക്കും. ഒരിക്കൽ അപമാനമായി കരുതിയ പെൺകുട്ടി ഇന്ന് സ്വർഗത്തിലേക്കുള്ള വഴിയായി മാറി. മകളായും ഭാര്യയായും മാതാവായും ഓരോ ഘട്ടത്തിലും സ്ത്രീക്ക് ഉന്നതമായ സ്ഥാനമാണ് ഇസ്ലാം നൽകുന്നത്. അവളെ അടിച്ചമർത്തുകയല്ല, മറിച്ച് എല്ലാ റോളുകളിലും ആദരിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം സ്ത്രീകളെ ആദരിക്കുന്ന ഈ രീതിയിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നിയെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.